So let us start with the functionalities of computer network. അല്ല, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വിത്തിൻ എ കമ്പ്യൂട്ടർ നമുക്കറിയാം വി ഹാവ് സംതിങ് കോൾഡ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഒരു കമ്പ്യൂട്ടറിനകത്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്ന എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഫെമിലിയർ ആണ്, വോയിസിനകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോറി. സോ വി ഹാവ് അല്ലെ, പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് വാട്ട് വി ക്യാൻ കോൾ ആസ് എ പ്രോസസ്, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ദാറ്റ് ഈസ് ബേസിക്കലി ഹാപ്പനിങ്. നിങ്ങൾ എത്ര പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിലും ഓരോന്നിനും ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ പ്രോസസ് ക്രിയേറ്റഡ് ആകുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ അല്ല, അതിന് മെമ്മറി കോഡ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ആക്ച്വലി ഹാപ്പനിങ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ്, എ കമ്പ്യൂട്ടർ എ ആൻഡ് കമ്പ്യൂട്ടർ ബി. ആൻഡ് ബേസിക്കലി എയിലും ബിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ സാധാരണ സിസ്റ്റത്തിനകത്ത് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തും നടക്കുന്നത്. ഓക്കെ, അപ്പം ബട്ട് നൗ ദ ഡിഫിക്കൽട്ടി ഈസ് ദ പ്രോസസ് ആർ റിസൈഡിങ് അറ്റ് ടു ഡിഫറെന്റ് മെഷീൻ. അപ്പം ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് പ്രോസസ് of this machine A and the process that is residing at machine B, and they are trying to communicate. അതാണ് നമുക്ക് ഇവിടെ വരുന്ന ഒരു ചലഞ്ച്. അപ്പൊ നമുക്ക് വിത്തിൻ എ മെഷീൻ ഡിഫറെന്റ് പ്രോസസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് മുന്നേ നമ്മൾ വോയിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്ന ടൈമിൽ അത് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. അപ്പോൾ വൺസ് ആ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ദിസ് ഇസ് എ ഡിഫിക്കൽട്ടി ദേ ആർ ഫേസിങ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വിത്തിൻ എ കമ്പ്യൂട്ടർ നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് അത് അതിന്റെ ആർക്കിടെക്ചർ ബേസ്ഡ് ആണ്. ഇപ്പൊ ഇന്റൽ ലൈക്ക് ദാറ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഇപ്പൊ ഇതൊന്ന് ജസ്റ്റ് പറയുന്നതാണ്, ലിറ്റിൽ എൻഡിയൻ റെപ്രസെന്റേഷൻ, ബിഗ് എൻഡിയൻ റെപ്രസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്റലൊക്കെ ബൈ ഡിഫോൾട്ട് ലിറ്റിൽ എൻഡിയൻ ഫോളോ ചെയ്യുന്നു, ബട്ട് ദേർ ആർ പ്രോസസേഴ്സ് വിച്ച് ആർ ഫോളോയിങ് ബിഗ് എൻഡിയൻ. അപ്പൊ എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ക്ലാസ്സിൽ പഠിക്കും. ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറൻസസ് ഞാൻ പറയുന്നതാണ്. അതുപോലെ ചിലര് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ആസ്കി കോഡ് യൂസ് ചെയ്യും, ചിലര് എബിസിഡിക് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്, 32 ബിറ്റ് ആർക്കിടെക്ചർ, 64 ബിറ്റ് ആർക്കിടെക്ചർ, അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുണ്ട് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോൾ. സോ വി ക്യാൻ ജനറലി കോൾ ഇറ്റ് ആസ് ഹെറ്ററോജീനിറ്റി അല്ലെ, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ the computers which are trying to communicate each other are heterogeneous in nature. നമുക്ക് ഒരിക്കലും അതിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ, മൊബൈല്, എവറിഥിങ് ഈസ് പാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക് അല്ലെ. അപ്പം ഒരു അതിന്റെ സൈസ് മാറുന്നു, മെയിൻ ഫ്രെയിം ഡിവൈസസ് വരുന്നു, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരുന്നു, എല്ലാവരും ആ നെറ്റ്വർക്കിന്റെ പാർട്ട് ആകുവാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹെറ്ററോജീനിറ്റി ഏത് ലെവൽ വരെ പോകുന്നുണ്ടെന്ന് മനസ്സിലാകും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യണം. അപ്പം ബേസിക്കലി നമുക്ക് രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിഫറൻസസ് അവർക്ക് ഫീൽ ആകരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സിംപ്ലി പറയുന്ന പോലെ ഇപ്പൊ ഇപ്പം ഐ നോ മലയാളം ആൻഡ് യു ആർ നോയിങ് ഹിന്ദി സംതിങ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും, എനിക്ക് ഹിന്ദി അറിയത്തില്ല, നിങ്ങൾക്ക് മലയാളം അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ മേ ബി ഒരു കോമൺ ലാംഗ്വേജിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ആ കോമൺ ആയിട്ട് എല്ലാവർക്കും നമ്മുടെ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആർ ദെയർ. അതുപോലെ അതിനെ നമ്മൾ ജനറലി റൂൾസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ പ്രോട്ടോകോൾസ് എന്ന് ഫോർമലി പറയും. അപ്പൊ സ്റ്റാൻഡേർഡ്സ്, പ്രോട്ടോകോൾസ് ഇതൊക്കെ കൊണ്ടുവന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ ആളുകൾ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ സബ്ജക്റ്റിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ IEEE സ്റ്റാൻഡേർഡ്സ് ആണ് ഒരെണ്ണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IEEE ഈതർനെറ്റ് 802.3 ആണെന്നൊക്കെ ഞാൻ പല ക്ലാസ്സുകളിൽ മുന്നേ പറയാറുണ്ട്. അതൊരു ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് IEEE 802.3 അനുസരിച്ച് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് ലാനും, നമുക്ക് ഈതർനെറ്റ് ലാനും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പ്രോട്ടോകോൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പൊ വെബ് ആപ്ലിക്കേഷൻസ് HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എങ്ങനെയാണ് ബ്രൗസിംഗ് റിലേറ്റഡ്, വെബ് റിലേറ്റഡ് കാര്യങ്ങൾ നടക്കുന്നത്, അത് ഫുൾ അതിനകത്ത് ഡിഫൈൻഡ് ആണ്. ആ രീതിയിൽ ഇപ്പൊ എയും ബിയും ഏത് മെഷീനും ആയിക്കോട്ടെ, ഈ പ്രോട്ടോകോൾ ദേ ആർ സപ്പോസ് ടു ഫോളോ. മനസ്സിലായി? ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ദേ ആർ സപ്പോസ് ടു ഫോളോ. ദാറ്റ് മേക്സ് ദ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. അപ്പൊ അതാണ് ഈ പ്രോട്ടോകോളിന്റെ റിലവൻസ് എന്ന് പറയുന്നത്. ഫയൽ ട്രാൻസ്ഫർ എങ്ങനെ നടക്കണം, യൂസിങ് ദ പ്രോട്ടോകോൾ FTP. അപ്പൊ ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇന്റേണലി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പൊ എ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കത്തില്ല ബി സെയിം ഫയലിനെ വ്യൂ ചെയ്യുന്നത്. അപ്പൊ എ പറയുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ടൂസ് കോംപ്ലിമെന്റ് അങ്ങനെയുള്ള റെപ്രസെന്റേഷൻ, ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ട് ഈ കമ്പ്യൂട്ടേഴ്സിനകത്ത് കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പക്ഷെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ
പോസിബിൾ ആകുന്നു അല്ലെ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കോമൺ സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ ആസ് എ പ്രോട്ടോകോൾ ദാറ്റ് ആർ സെറ്റ് അക്രോസ് ദി നെറ്റ്വർക്ക്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ഫോറംസും ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഈ സബ്ജക്റ്റിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി വി നീഡ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ two processes, and the processes are now residing at two different machine. Okay, so ultimately inter-process communication തന്നെയാണ് നിങ്ങൾ OSൽ പഠിക്കുന്നത്. പക്ഷേ now the process are at two different machine which are located remotely. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇതിനിടയിൽ വേറെ ഡിവൈസസ് വരും. അപ്പൊ അതാണ് അടുത്തൊരു കാര്യം. ഇപ്പൊ നമ്മളിപ്പോ ഡയറക്ട്ലി എയും ബിയും ഡയറക്ട്ലി കണക്റ്റഡ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പം ഒരു ജിമെയിൽ യാഹു എടുക്കുമ്പോൾ അതിന്റെയൊക്കെ സർവേഴ്സ് US-ലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ US-ൽ പോകണം, അവിടെ നിന്ന് റിപ്ലൈ വരണം, ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ബൗണ്ടറീസ് ഉണ്ട്, കോണ്ടിനെന്റ്സ് എല്ലാം ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇന്റർമീഡിയറ്റ് ഡിവൈസസ് വരും. അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും, സ്വിച്ചസ് എന്നും റൗട്ടേഴ്സ് എന്നും ഒക്കെ പറഞ്ഞിട്ട് കുറെ നെറ്റ്വർക്കിംഗ്. അതായത് നമ്മൾ ബേസിക്കലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, പോസിബിൾ ആകണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള 2 ഡിവൈസ് വേണം. ആൻഡ് ദ ഡിവൈസസ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് കേബിൾസ് അല്ലെ, കേബിൾസ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് കൂടാതെ ഒരു മെയിൻ റോൾ വരുന്ന ആളാണ് നെറ്റ്വർക്ക് ഡിവൈസ്. നെറ്റ്വർക്കിംഗ് പോസിബിൾ ആക്കുന്ന ഡിവൈസസ്. അപ്പൊ അതിനകത്താണ് റൗട്ടർ, സ്വിച്ച്, ഗേറ്റ് വേ, അതിന്റെ ഫംഗ്ഷനാലിറ്റി. സോ ഇതൊക്കെയാണ് ഈ സബ്ജക്റ്റിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഈ IEEE സ്റ്റാൻഡേർഡ് ഞാൻ നിങ്ങൾക്ക് ഫെമിലർ ആയ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞു. മൊത്തത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എങ്ങനെ ഇരിക്കണം അതിന്റെ ഓവറോൾ. അപ്പൊ നമ്മൾ ആദ്യം ഫംഗ്ഷനാലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മിനിമം ചെയ്തിരിക്കേണ്ടത്. അപ്പം അത്യാവശ്യം ഏതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ആക്ടിവിറ്റീസിനെ നമ്മൾ മാൻഡേറ്ററി ഫംഗ്ഷനാലിറ്റി എന്ന് പറയും. ഇനി ചിലതൊക്കെ ഓപ്ഷണൽ ആണ്, ലൈക്ക് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓപ്ഷണൽ ആണ്, അത് കൊടുത്താൽ നല്ലത്, ഇല്ലെങ്കിലും സെക്യൂർ അല്ലാത്ത രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ബട്ട് കറന്റ്ലി അതെല്ലാം ഈ ഓപ്ഷണൽ ആയിട്ടുള്ള പലതും മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇനിഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുക, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മൾ സോഫ്റ്റ്വെയർ കോഡ് എഴുതണം, അതേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സോഫ്റ്റ്വെയർ കോഡ് നമുക്ക് മോണോലിത്തിക് കോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ആദ്യത്തെയൊക്കെ വേർഷൻസ് എടുത്തു കഴിഞ്ഞാൽ മോണോലിത്തിക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് അങ്ങ് റൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതല്ലാതെ നമുക്ക് ലെയേർഡ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റ്, അങ്ങനെ പല രീതിയിൽ ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ഈ നെറ്റ്വർക്കിങ്ങിന് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് പല ലെയേഴ്സ്, അപ്പൊ ഒരു 7 ലെയർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്, ISO. You know what is ISO and open system interconnection. We will see what it is. അത് അങ്ങനെയുള്ള കാര്യം. അപ്പൊ അതാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓരോ ഫംഗ്ഷനാലിറ്റീസ് ആയിട്ട് കാണാം. അത് എന്താണെന്ന് ഞാനൊരു ഓവർവ്യൂ പറയും. അതിൽ ചില ഫംഗ്ഷനാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റി ഡീപ്പായിട്ടായിരിക്കും നമ്മുടെ ഫുൾ നെറ്റ്വർക്കിംഗ് ക്ലാസ് പോകുന്നത്. എന്നാൽ ചിലത് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതി, അത് അങ്ങനെ മാത്രം മനസ്സിലാക്കുക. ഓക്കെ, സോ ഞാൻ മാൻഡറ്ററി ഫംഗ്ഷനാലിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പോയിന്റിൽ. എറർ കൺട്രോൾ അറിയാലോ, നമ്മൾ നെറ്റ്വർക്കിൽ എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. ബേസിക്കലി വാട്ട് ഈസ് എറർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? എറർ എന്താണെന്ന് ചോദിച്ചാൽ can anyone tell me what is an error in computer network? പാക്കറ്റ്സ് ഒക്കെ മിസ്സായി പോകുന്നതാണ്. പാക്കറ്റ്സ് മിസ്സായി പോകുന്നത്. ഓക്കെ ഫൈൻ, മിസ്സിംഗ് ഓഫ് പാക്കറ്റ്സ്, നമ്മൾ അയച്ച സാധനം മിസ്സിംഗ് ആയി. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ട് പറയാമോ? അതിൽ അക്നോളജ്മെന്റ് ഇല്ലെങ്കിലും ഓക്കെ മിസ്സായി, നമ്മളത് അറിയത്തില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് എറർ എന്താണെന്ന് വളരെ ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂല് പറയാ. എന്താ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അല്ല റിസീവ് ചെയ്യുന്നെങ്കിൽ അത് തന്നെ രണ്ട് ആൻസർ ഞാൻ കേട്ടു. ഒന്ന് സെൻഡ് ചെയ്തതല്ല റിസീവ് ചെയ്യുന്നു, 0യും 1ഉം തിരിഞ്ഞു പോകുന്നു. അത്ര തന്നെയാണ് ബേസിക്കലി. നമുക്കറിയാം നമ്മളിപ്പോ എയും ബിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈനറിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ എ വിൽ ബി സെൻഡിങ് സം ഇൻഫർമേഷൻ, ഇമേജ് എന്താണെങ്കിലും അത് ബൈനറി ആയിട്ട് കൺവേർട്ടഡ് ആവും. അത് പിന്നെ സിഗ്നൽ ആയിട്ട് അയക്കും, അത് ബിയിലെത്തും. അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ 1 ഞാനിപ്പോ അയച്ചത് 101101, ഇത് 101101 എന്ന് തന്നെ അവിടെ എത്തണം. അതിൽ ഈ 1 എങ്ങാനും തിരിഞ്ഞു അല്ലെങ്കിൽ ഇത് മാറി, ഇൻഫർമേഷൻ മൊത്തത്തിൽ മാറി. മനസ്സിലായോ പറഞ്ഞ? സോ ദാറ്റ് ബേസിക്കലി നമുക്ക് എറർ എന്താണെന്ന് വെച്ചാൽ എ 1 is changed to a 0 or a 0 is changed to 1 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ബൈനറിയിൽ പറഞ്ഞ അത് തന്നെയാണ് സെൻഡ് ചെയ്യുന്ന എന്താണോ അതല്ല റിസീവ് ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എററിനെ ഡിഫൈൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ മിസ്സിംഗ് പാക്കറ്റ്സ്, അതൊക്കെ എററിന്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോം ആണ്. ബേസിക്കലി ഇതാണ് സംഭവം. പാക്കറ്റ് എങ്ങനെ മിസ് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1 0 പോകുന്നു,
അല്ലെങ്കിൽ ഓക്കെ കൺജഷൻ ഒക്കെ കാരണം നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഓൾസോ കൈൻഡ് ഓഫ് എറർ, അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ എറർ എന്ന് പറഞ്ഞാൽ അയക്കുന്ന എന്താണോ അതല്ല റിസീവ് ചെയ്യുന്നത്, അതാണ് അതിന്റെ കറക്റ്റ് ഒരു ഫോം. ഓർ 1 അയച്ചു 0 ആയിട്ട് റിസീവ് ആയി, 0 അയച്ചു 1 ആയിട്ട് റിസീവ് ആയി, ഓക്കെ, നമുക്ക് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ലെസ് അല്ലെ എന്ന് പറയാം. പക്ഷെ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യും. ഇപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും? എറർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനത് ഇത് ഓരോന്ന് ചെറിയൊരു നോട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതില് എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആയിരിക്കും നമ്മുടെ അടുത്ത് വരുന്ന 2 ക്ലാസ്. നിങ്ങളുടെ സിലബസിൽ 2 പേരുടെ സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ്. എറർ സമയം എടുക്കുന്ന പോലെ എറർ ഡിറ്റക്ഷൻ സ്കീംസ് ആൻഡ് എറർ കറക്ഷൻ സ്കീംസ്, റൈറ്റ്? അപ്പൊ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് എ അയച്ചു സംതിങ് ബിയിലെത്തി, എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഡിറ്റക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകണ്ട, ഡിറ്റക്ട് ചെയ്താൽ മതി. എറർ ഉണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നമുക്കറിയാം എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്കറിയാന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടെന്നുള്ള രീതി പറയുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ, CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് കേട്ടിട്ടുള്ളവർക്ക് ഓക്കെ, മിക്കവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹയർ ലെയേഴ്സിലോട്ട് നോക്കിയാൽ നമുക്ക് ചെക്സം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ബേസിക്കലി ചെക്സം CRC ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ചെക്സം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള സ്കീം, അപ്പൊ ഇങ്ങനെ ഒരുപാട് എറർ ഡിറ്റക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ 2 മിനിമം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത് 2 ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ ലിങ്ക് ലെയറിൽ CRC, നെറ്റ്വർക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് ലെയറിൽ ചെക്സം. മുകളിലോട്ടുള്ള ലെയർ പറയാവേ, ലെയർ ഓക്കെ, ഇത് 2 ഉപയോഗിക്കുന്നുണ്ട്. ഇനി കറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അടുത്ത ലെവലാണ്. ഇപ്പൊ എ അയച്ചത് ഇതാണ്, അപ്പം ബി റിസീവ് ചെയ്തത് 1001. നമുക്കറിയാം അയച്ചതല്ല റിസീവ് ചെയ്തത്. അപ്പൊ ജസ്റ്റ് ബി എയോട് പറയും, ബി മനസ്സിലായി. അപ്പൊ ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബി ഡിറ്റക്ടഡ് ദാറ്റ് ദർ ഇസ് എൻ എറർ, അവിടെ ജോലി കഴിഞ്ഞു. എന്നിട്ട് ബി എനെ അത് ഇൻഫോം ചെയ്യും. പല രീതിയിലാണ്, എങ്ങനെയാണ് എ അത് അറിയുന്നെന്നുള്ളത് രണ്ടാമത്തെ സ്റ്റോറിയാണ്. ബിയിൽ എത്തിയ ഡേറ്റ തെറ്റി അല്ലെ, അത് ബിക്ക് ഇപ്പൊ അറിയാവൂ. അത് എക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നെഗറ്റീവ് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, അതൊക്കെ പിന്നെ വരും. അതുപോലെ പോസിറ്റീവ് അക്നോളജ്മെന്റിൽ തന്നെ അക്നോളജ്മെന്റ് കിട്ടാതായിട്ട് ടൈം ഔട്ട് ആവും. അങ്ങനെ പല രീതിയിലാണ് എ അത് അറിയുന്നത്. വൺസ് എ അറിഞ്ഞു ബിയിൽ എത്തിയ ഡേറ്റ തെറ്റിപ്പോയി, അങ്ങനെയാണെങ്കിൽ എ എന്ത് ചെയ്യും? ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യും, റീസെൻഡ് ചെയ്യും. അതാണ്. അപ്പൊ സോ ദാറ്റ് ഈസ് വൺ വേ. ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റിസീവർ സൈഡിൽ, ഇപ്പൊ നമ്മൾ നോർമലി ഇതൊക്കെ അറിയാലോ, വേർഡ്സ് ഒക്കെ അറിയാലോ, സെൻഡറും റിസീവറും. അപ്പൊ റിസീവർ സൈഡിൽ ഡിറ്റക്ഷൻ നടക്കും. ഓൺസ് ഇറ്റ് ഇസ് ഡിറ്റക്ടഡ് അറ്റ് ദ റിസീവർ സൈഡ്, സെൻഡർ അത് റിസീവറിന് വീണ്ടും അയച്ചു കൊടുക്കുക. സോ ദാറ്റ് ഇസ് ബേസിക്കലി നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് അയക്കാതിരിക്കാം, അതൊക്കെ അടുത്ത ലെവലാണ്. ഓക്കെ, ഇനി അടുത്തൊരു സ്കീം എന്ന് പറഞ്ഞാൽ കറക്ഷൻ ആണ്. ഇവിടെ റീട്രാൻസ്മിഷൻ ഒന്നും ചെയ്യേണ്ട. റിസീവർ ഈസ് സോ ഇന്റലിജന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് റിസീവർ ഈസ് കാപ്പബിൾ ഓഫ് കറക്റ്റിംഗ് ദ എറർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെയാണ് എറർ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ ആക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് ഫോർമലായിട്ട് നമുക്ക് ടെക്നിക്ക് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ഹാമിംഗ് കോഡ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CRC എങ്ങനെ ചെക്സം, ഹാമിംഗ് കോഡ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ബട്ട് മിനിമം അതിന്റെ ഒരു നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു മാപ്പിംഗ് വരണം, അതാണ് എന്റെ ഒരു ഉദ്ദേശം. ഇപ്പൊ ഹാമിംഗ് കോഡ് പലർക്കും തെറ്റിപ്പോകുന്ന ഒരു വേർഡാണ് ഹഫ്മാൻ കോഡ്. ഇത് പലർക്കും മാറിപ്പോയി. ഹഫ്മാൻ കോഡ് എന്താ, ഹാമിംഗ് കോഡ് എന്താണ്? ഞാൻ ഇവിടെ തന്നെ ആ ഡിഫറൻസ് പറയണം. ഹഫ്മാൻ കോഡ് എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, ഡേറ്റ കംപ്രസ് ചെയ്യാനായിട്ട്. കംപ്രസ് ചെയ്യണമെന്ന് അറിയാലോ, നിങ്ങൾ സിപ്പ് ചെയ്യുന്നില്ലേ ചെറുതാക്കി. അപ്പം കംപ്രഷൻ ബേസിക്കലി ആ റിഡൻഡൻസി ഒഴിവാക്കും. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റനെയൊക്കെ ചെറുതായിട്ട് എങ്ങനെ കംപ്രഷൻ ചെയ്യുന്നെന്ന് നോക്കാം. ഹഫ്മാൻ കോഡ്, അപ്പൊ അത് കംപ്രഷന് ഉപയോഗിക്കുന്ന ടെക്നിക്കും, എന്നാൽ ഹാമിംഗ് കോഡ് എറർ കറക്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കും ആണെന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, അത് മാറിപ്പോവരുത്, അതിനടുത്ത് പറഞ്ഞു. എനിവേസ്, ഹഫ്മാൻ കോഡും ഹാമിംഗ് കോഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണും. ഓക്കെ, ഇതാണ് ബേസിക്കലി എറർ കൺട്രോൾ എന്ന് പറയുന്ന സ്കീം. അതിനകത്ത് എറർ കറക്ഷൻ, ഡിറ്റക്ഷൻ, പിന്നെ അടുത്ത ലെവലിൽ നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് ലോസ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, ഡിലേഡ് പാക്കറ്റ്സ്, ജിറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, മിനിമം ബേസിക് ആയിട്ട് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് ഫ്ലോ കൺട്രോൾ. ഞാനിത് തിയറി ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഞാൻ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ കോൺസെപ്റ്റിലേക്ക് പോകാം. ഫ്ലോ കൺട്രോൾ എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? സെൻഡർ ആൻഡ് റിസീവർ ആർ ഹാവിംഗ് ഡിഫറെന്റ് സ്പീഡ് അല്ലെ. അപ്പം 2 രീതിയിൽ പറയും. സെൻഡർ ഇസ് ടു ഫാസ്റ്റ് ആൻഡ് റിസീവർ ഇസ് ടു സ്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പറയുന്നു, അപ്പൊ ചിലപ്പോൾ വളരെ ഗ്യാപ്പ് വന്ന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് റിപ്ലൈ ചെയ്യുക, അത് യു ആർ സപ്പോസ് ടു ഡു ദാറ്റ്. അപ്പൊ സെൻഡർ ഫാസ്റ്റ് ആണ്, റിസീവർ സ്ലോ ആണ് അല്ലെ.
അല്ലെങ്കിൽ തിരിച്ചു. നമ്മൾ ബേസിക്കലി ഇതാണ്, കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ക്ലയന്റ് സെർവർ പറയുമ്പോൾ സെർവറിൽ നിന്ന് ഇങ്ങോട്ട്, അപ്പൊ സെർവർ ഫാസ്റ്റ് ആയിട്ട് അയക്കുന്നു, ക്ലയന്റ് സ്ലോ, ആ ഒരു രീതിയിൽ ആലോചിക്കുക. തിരിച്ച് സംഭവിക്കാം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ കേസിൽ. മെയിൻ ആയിട്ട് സെൻഡർ ഫാസ്റ്റ് ആൻഡ് റിസീവർ സ്ലോ, അവർ അൾട്ടിമേറ്റ്ലി അവരുടെ സ്പീഡ് മാച്ച് ആവുന്നില്ല അല്ലെ. അപ്പം ക്യാൻ എനിവൺ സജസ്റ്റ് എ വെരി സിമ്പിൾ സൊല്യൂഷൻ? ഇപ്പൊ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ബേസിക് ആയിട്ട് ഇപ്പൊ ഞാൻ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ എടുത്തോ. സെൻഡർ ഫാസ്റ്റ് ആണ്, റിസീവർ സ്ലോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അതെ അതെ, ബഫർ കീപ്പ് ചെയ്യുക റിസീവർ സൈഡില്. അപ്പൊ ഇതൊക്കെ എല്ലാരും അറിയാം, അറിഞ്ഞിടാത്തവർ ശ്രദ്ധിക്കുക. ബഫർ കീപ്പ് ചെയ്യുക. ബഫർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസീവർ സ്ലോ അല്ലേ, അപ്പൊ സെൻഡർ അയക്കുന്ന അതേ സ്പീഡിൽ റിസീവറിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പതുക്കെ ഈ ഡേറ്റ ഈ ബഫറിൽ വന്ന് കിടക്കും, ബഫറിൽ ഇങ്ങനെ നിറയും. ബഫറിൽ നിന്ന് പതുക്കെ പതുക്കെ റിസീവർ റീഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഐഡിയ. അപ്പൊ ബഫർ കൂട്ടി കൂട്ടി കൊടുക്കുക, സെന്റർ വരും. പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങ് ബഫർ കൂട്ടാൻ പറ്റുമോ? പ്രാക്ടിക്കലി നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ വരും അല്ലെ. നമ്മൾ ബഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സം എക്സ്ട്രാ മെമ്മറിയാണ്. നമ്മുടെ റാം, നമ്മുടെ ആവശ്യത്തിനുള്ള റാം അല്ലാതെ സം എക്സ്ട്രാ റാം കൈൻഡ് ഓഫ് മെമ്മറി നമ്മൾ ബഫറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അത് ഹാവിങ് ലിമിറ്റേഷൻ. നമുക്ക് ഒരിക്കലും അത് ഇൻഫൈനൈറ്റ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. സോ ഇറ്റ് മേ ലീഡ് ടു സംതിങ് കോൾഡ് ബഫർ ഓവർഫ്ലോ. അങ്ങനെ ഒരു സാധ്യതയില്ലേ? കാരണം എന്ന് പറഞ്ഞാൽ സെൻഡർ ഇസ് ടു ഫാസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബഫർ അങ്ങ് ഫില്ലായി, ബഫറിലും എന്നിട്ട് അതിനെ കാട്ടി ഫാസ്റ്റ് ആയിട്ട് സെൻഡർ ഡേറ്റ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ബഫർ ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാം. അത് TCP-ക്കകത്തൊക്കെ ബഫറിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് കാണും. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് സൊല്യൂഷൻ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിത്തിങ് എൽസ് ക്യാൻ യു സജസ്റ്റ് അതർ ദാൻ ബഫറിംഗ്? ബേസിക്കലി ഇറ്റ് ഇസ് കോൾഡ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ഗീവ് സം കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ടു ദ സെൻഡർ. അതാണ് സംഭവം. അത് നിങ്ങൾ പല വിൻഡോ എന്ന് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അതിന്റെ പല ഫോമാണ്. അക്നോളജ്മെന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം രണ്ട് മീനിങ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണും. ബാക്കിയുള്ളവർ സിംപിളി മനസ്സിലാക്കുക. ഫീഡ്ബാക്ക്, അതായത് റിസീവർ സെന്ററിനെ എങ്ങനെയെങ്കിലും അറിയിക്കുക, ലൈക്ക് സ്പീഡ് കുറയ്ക്കാനായിട്ട്. അപ്പം സം കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുക്കുവാണ്. അപ്പൊ അതിന് സിംപിളി പറഞ്ഞ അക്നോളജ്മെന്റ് വെച്ചിട്ട് ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് ഡീറ്റെയിൽ ആയിട്ട് കാണും, അതിനകത്ത് ഞാൻ പറയും. അതുപോലെ വിൻഡോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഹയർ ലെയർ, ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ഉപയോഗിക്കുന്നുണ്ട്. അത് TCP എത്തുമ്പോൾ വിൻഡോ എന്താണെന്ന് ഞാൻ പറയും. ഓക്കെ, എനിവേസ് ഈ രീതിയിൽ നമുക്ക് ആ സ്പീഡ് മിസ്മാച്ച് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഫോർമലി ഈ ഒരു ഫീഡ്ബാക്ക് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്കീം എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ രണ്ടുപേരുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. അപ്പൊ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ അത് ജനറലി ARQ എന്ന് പറഞ്ഞൊരു കാറ്റഗറി. സോ വാട്ട് ഈസ് ARQ, വാട്ട് ഈസ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ ഫോം അറിയാമായിരിക്കും. സോ എനിവേസ് ഇതൊന്നും ഇപ്പൊ വറീഡ് ആകണ്ട. ഇതൊക്കെ ഈ ഒരു ഫ്ലോ കൺട്രോളിന് ഉപയോഗിക്കുന്ന മെക്കാനിസംസ് ആണെന്ന് മാത്രം വേണമെങ്കിൽ നോട്ട് ചെയ്തോളുക, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ, അതിന്റെ ബേസ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് അങ്ങനെ പറഞ്ഞ് ഇതിന്റെ വേരിയേഷൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ.